നിങ്ങളൊരു ഫ്രീലാൻസറാണോ? ഫ്രീലാൻസേഴ്സ് GST എടുക്കണോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫ്രീലാൻസേഴ്സ് എപ്പോഴാണ് GST എടുക്കാൻ നിർബന്ധിതമാവുന്നത്? ഫസ്റ്റ് കേസ് 20 lakh എബോ ടേൺ ഓവർ നോർമലി ഉള്ള സിറ്റുവേഷൻ തന്നെ. സർവീസ് സെക്ടറിൽ 20 lakh എബോ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമ്മൾ GST എടുക്കാൻ നിർബന്ധിതരാണ്. സെക്കൻഡ് ആയിട്ട് വരുന്നത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് എക്സ്പോർട്ട് സർവീസ് എന്ന് പറയുന്ന ടൈമിന് നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കണം. എക്സ്പോർട്ട് സർവീസ് നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആണെങ്കിൽ മാത്രമേ GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതായത് ഒരു ക്ലയൻറ്റ് നമുക്ക് പുറത്തുണ്ട്, ആ ക്ലയൻറ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ മസ്റ്റാണ്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അല്ലാതെ അപ്വർക്ക്, ഫിവർ എന്നീ പറയുന്ന ഇന്റർനാഷണൽ സൈറ്റ് വഴിയാണ് നമ്മൾ എക്സ്പോർട്ട് സർവീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളെടുത്ത് നിന്ന് GST കട്ട് ചെയ്തിട്ട് അവർ തന്നെ GST റെമിറ്റ് ചെയ്യും. ആ സിറ്റുവേഷനിൽ ഫ്രീലാൻസർ GST എടുക്കാൻ നിർബന്ധിതമല്ല. തേർഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ GST ആവശ്യമുണ്ടാവുന്ന കസ്റ്റമർ ഉണ്ടാവും. ചില കസ്റ്റമേഴ്സ് പറയും എനിക്ക് GST ബില്ല് വേണം, കാരണം എനിക്ക് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് GST ബില്ല് വേണം. അങ്ങനത്തെ സാഹചര്യത്തിൽ ഫ്രീലാൻസർ എന്തായിരിക്കും GST എടുക്കാൻ നിർബന്ധിതനാവും. ഈ ബേസിക്കായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ കാരണമാണ് GST എടുക്കാൻ നിർബന്ധിതരാണ് ഫ്രീലാൻസേഴ്സ്. അല്ലാതെ ടേൺ ഓവർ കവർ ചെയ്യാതെ, അതായത് 20 lakh എന്ന് പറയുന്ന ടേൺ ഓവർ കവർ ചെയ്യാതെ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ എക്സ്പോർട്ട് സർവീസ് നിങ്ങൾക്കില്ല, ഓൺലൈനിലാണ്, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോം മുഖേനയാണ് നിങ്ങൾ സർവീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ GST എടുക്കാൻ നിർബന്ധിതനല്ല. ഡയറക്റ്റായിട്ട് സർവീസ് ചെയ്യുക. അതുപോലെ 20 lakh എബോ ടേൺ ഓവർ ഉണ്ടാകുമ്പോൾ കസ്റ്റമർ GST ബില്ല് ചോദിക്കുന്ന സിറ്റുവേഷൻ, കസ്റ്റമർക്ക് GST ബില്ല് വേണ്ട ആവശ്യം, ബേസിക്കായിട്ട് 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഫ്രീലാൻസർ ഒരു GST രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതനാവുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ടാഗ് എ ഫ്രീലാൻസർ who need this information.